ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുൻപേ പ്രമോയില്ല. നമ്മുടെ കൃഷ്ണമോള് ആദ്യ പിടിച്ച് വരുന്ന സമയത്ത് നീങ്ങുവാ എന്നും പറഞ്ഞ റൂമിലേക്ക് കയറ്റിയിരുത്താണ് കേട്ടോ നമ്മുടെ അലീന. നേരം നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നാണോ ചേച്ചിയുടെ വിചാരം? അമ്മ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ജീവിച്ചതുപോലെ തന്നെ ഇവിടെ ജീവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിയുടെ വെറും ആഗ്രഹമാണ്. ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അച്ഛൻ ഇവിടെ അടങ്ങി നിൽക്കുന്നേ? ഏയ് അതുകൊണ്ടൊന്നല്ല മോളെ, നിങ്ങളൊക്കെ നല്ല പിള്ളേരായതുകൊണ്ടാന്ന് അലീന പറയുമ്പോൾ, അല്ല ചേച്ചി, ചേച്ചിയുടെ മുന്നിൽ ചെറുതാവാൻ വയ്യാത്തോണ്ടാ. ചേച്ചിക്ക് അച്ഛനെ മനസ്സിലുള്ള സ്ഥാനം വലുതല്ലേ, അതുകൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്കാകെ വിഷമാവാണ്. ശേഷം ഇവര് തമ്മിൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് ഇവിടെ കിടന്നാൽ മതി, നേരം വെളുക്കുവോളം നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് പറയാൻ കേട്ടോ അലീന. അതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടവരെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുമ്പോൾ, ചേച്ചി പോകുന്നിടത്തേക്ക് എനിക്കും കൂടെ വരായിരുന്നു എന്ന് പറയാണ്. പിന്നീട് പിറ്റേന്ന് രാവിലെ നമ്മുടെ അലീനയ്ക്ക് പോകാനുള്ള ദിവസമാണ്. അന്നേരം നമ്മുടെ അലീനയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. അന്നേരം കൃഷ്ണമോള് പോയി പറയും, അലീനേച്ചി ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാനും ബബിതേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ, അതെന്താടി മോളെ, ഞാനല്ലേ ഇവിടെ ഉണ്ടാക്കാറെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് വേണ്ടെന്നാ പറഞ്ഞേ, ചേച്ചി ഏതായാലും പോകാൻ നിൽക്കുമല്ലേ, അപ്പോൾ എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ആരാരെയാ ഒഴിവാക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറയാൻ കേട്ടോ കൃഷ്ണമോള്. അത് നമ്മുടെ അലീനയ്ക്ക് തീരെ സഹിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മാറ്റാനുള്ള ആ ഒരു സാരിയും ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കുന്നതാണ്. അപ്പോൾ